നമസ്കാരം. വലിയ കൊട്ടിഘോഷിച്ച് 2024 തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പിയെ തകർക്കാനായി വലിയ മുന്നണി സംവിധാനമൊക്കെ രൂപീകരിച്ച് പ്രവർത്തിച്ച ഇന്ത്യ മുന്നണിയെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ കേൾക്കാനുണ്ടോ? കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ പല സഖ്യകക്ഷികളും ഇപ്പോൾ കോൺഗ്രസുമായി നേരിട്ട് ഒരു സഹകരണത്തിന് തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ചും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ നേരത്തെ തന്നെ സഖ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. അതായത് ഇന്ത്യ മുന്നണി തകർന്നു എന്ന് വേണം നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മറ്റൊരു വലിയ പാർട്ടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി വേറെ പാർട്ടിയൊന്നുമല്ല, CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അടുത്ത ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി പിണറായി വിജയൻ ആകും എന്നുവരെ കഥകൾ നനഞ്ഞു. ഇപ്പോൾ ഇതാ CPM-ന് ബോധോദയം വന്നിരിക്കുന്നു. ഞങ്ങൾ കോൺഗ്രസുമായി ഒരു തരത്തിലും ഒരു മുന്നണി സംവിധാനത്തിലും സഹകരിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. എന്ത് പറ്റി? കേരളത്തിൽ രണ്ട് തട്ടിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കുളത്തിൽ പോരാണ്. പക്ഷെ ഒരു മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തിൽ പ്രാദേശികമായി തന്നെ എതിർത്ത് മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട്. പക്ഷേ ഇനി കോൺഗ്രസുമായി ഒരു സഹകരണത്തിനും ഇല്ല എന്ന് CPM തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം? എന്തെങ്കിലും ആകട്ടെ, ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് CPM എന്ന് CPM പറയുമായിരിക്കും, കോൺഗ്രസും ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് വായിക്കുന്ന അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ചിന്തിക്കുന്ന ജനങ്ങൾക്കറിയാം, ഈ ഇന്ത്യ മുന്നണിയൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. CPM ഒന്നും അത് ഈ ഇന്ത്യ മുന്നണി വലിയ മുന്നണിയാന്നല്ല പറയുന്നത്, എന്നാൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഒരു രോമം പോലുമല്ല CPM എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ എന്ന് പറയേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പുതിയ ചില തീരുമാനങ്ങളാണ് ഈ ഇന്ത്യ മുന്നണിയും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് CPM എടുത്തിരിക്കുന്നത്. അതായത് കോൺഗ്രസുമായി ഒരു തരത്തിലും പാർലമെന്റിനകത്തും പുറത്തും സഹകരിക്കില്ല, പക്ഷേ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളുമായി സഹകരിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ CPM പറയുന്നത്. CPM-ന്റെ മധുരയിൽ നടക്കുന്ന 24ാമത് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി പുറത്തിറക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുമായി സഹകരിക്കും, പക്ഷേ കോൺഗ്രസുമായി ഒരു സഹകരണത്തിലും ഇല്ല എന്ന്. BJP-യെയും RSS-നെയും അവർക്ക് പിന്തുണ നൽകുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികളെയും പരാജയപ്പെടുത്തുക എന്നതാണ് പാർട്ടിയുടെ മുഖ്യ കടമ. ആരാണോ എന്തോ ഈ കടമയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. BJP-യുടെ അതേ വർഗ താല്പര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസും പിന്തുടരുന്നത്. ചങ്ങാത്ത മുതലാളിത്വത്തിനെതിരെ കോൺഗ്രസ് സംസാരിക്കും, എന്നാൽ മുതലാളിത്ത ശക്തികൾക്ക് സഹായകരമാകുന്ന നവ ലിബറൽ നയങ്ങളാണ് കോൺഗ്രസ് പിന്തുടരുന്നത് എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര പാർട്ടിയാണ് കോൺഗ്രസ്. അതിനാൽ മറ്റ് മതേതര പാർട്ടികളുടെ വിശാല ഐക്യത്തിലും BJP-ക്കെതിരായ പോരാട്ടത്തിലും കോൺഗ്രസിന് നിർണായകമായ പങ്കുണ്ട്. മതേതര പാർട്ടികളുടെ വിശാല ഐക്യം കണക്കിലെടുത്താകും കോൺഗ്രസിനോടുള്ള CPM സമീപനം എന്നും ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. ജനാധിപത്യ ധ്വംസനം തടയുന്നവരും ഭരണഘടന അട്ടിമറിക്കുന്നവർ ചെറുക്കുന്നവരുമായി എല്ലാ മതേതര പാർട്ടികളുമായി കൈകോർക്കുമെന്നുമാണ് ഇപ്പോൾ CPM പറയുന്നത്. CPM ഇപ്പോൾ കോൺഗ്രസുമായി സഹകരിച്ചാലും മറ്റു പാർട്ടികളുമായി സഹകരിച്ചാലും ഇനി ഇവരുമായിട്ട് ഒന്നും സഹകരിച്ചില്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM-ന് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇതാ AI എന്ന് പറയുന്നതിനെ എതിർത്തിരിക്കുന്നു. നേരത്തെ കമ്പ്യൂട്ടറിനെ എതിർത്തതും അതിന്റെ ചില സ്ക്രീൻഷോട്ടൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് പറഞ്ഞ ഒരു ലേഖനം, ഒരു പുസ്തകത്തിൽ. അതുപോലെ AI സാങ്കേതിക വിദ്യയെ എതിർത്തിരിക്കുന്നു. ഇവിടെ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ഈ AI സാങ്കേതിക വിദ്യയിൽപ്പെട്ട റോബോട്ടുകളെയൊക്കെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് ഇതിനു മുമ്പ്. എന്നിട്ട് ഇപ്പോൾ പാർട്ടി തന്നെ ഈ AI സാങ്കേതിക വിദ്യയെ എതിർത്തിരിക്കുന്നു. എന്തിനേയും എതിർക്കുക, വികസനത്തെ തടയുക, അഴിമതി മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, സ്വജനപക്ഷപാതം നടത്തുക, പാർട്ടിയിലേക്കും അതുപോലെ വിവിധ ഇടങ്ങളിലേക്കും ആളുകളെ പിൻവാതിലിലൂടെ തിരികെ കയറ്റുക, എതിർക്കുന്നവരെ കൊല്ലുക, അവരെ ആക്രമിക്കുക, എന്നിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുക. ഇതൊക്കെയാണ് CPM-ന്റെ രാഷ്ട്രീയം. നിങ്ങൾ കോൺഗ്രസുമായി കൂടിയാലും കോൺഗ്രസുമായി അകന്നാലും മറ്റു പാർട്ടികളുമായി കൂടിയാലും മറ്റു പാർട്ടികളുമായി അകന്നാലും ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. CPM എന്നൊരു പാർട്ടി ഉണ്ടെന്ന് തന്നെ പലർക്കും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അതിന് കൂടുതൽ ഗുരുതരമാവുകയോ. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.